അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് പണ്ടത്തെ കഥകളൊക്കെ വായിച്ചിട്ടില്ലേ. അതായത് മതിൽക്കെട്ടുകൾക്കുള്ളിൽ ക്ഷേത്രം, മതിൽക്കെട്ടുകൾക്കുള്ളിൽ കൊട്ടാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു 2-3 ആളെ ഹൈറ്റ് ഉണ്ടാവേ മതിലിന്. കായംകുളം കൊച്ചുണ്ണി ചാടിയ കഥകളൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ മതിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്ഷേത്രമുണ്ട്, ഗേറ്റ് അടവാണ്, അവിടെ പോകാൻ കഴിയില്ല. അപ്പോൾ അടിപൊളിയൊരു വില്ലേജ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാണുന്ന അമ്പലം ഉണ്ടായിരുന്നില്ല, ആ റോഡ് സൈഡിൽ നിന്ന് ഞാൻ കാണിച്ച ആ അമ്പലത്തിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ വന്നിട്ടുള്ളത്. അവിടേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഏരിയ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. അവിടെ ഇങ്ങനെ ഒരു അടിപൊളി വീട് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു വീട് വരുന്നുണ്ട്, ഇവിടെ അടിപൊളി പുളിമരം വരുന്നുണ്ട്. അതിലുപരി ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പണ്ട് കാലങ്ങളിലേ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയിരുന്ന ഒരു ഉത്സവത്തിന് ഇതിനൊക്കെ ഉരുട്ടിക്കൊണ്ടുപോയിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണിട്ടത്. കണ്ടോ, അടിപൊളിയായിട്ട് മരത്തിൽ തീർത്തിട്ടുള്ള ഫുള്ള് മരമാണെന്നുള്ള കേട്ടോ. ഇതൊക്കെ മരമാണ്, അടിപൊളി അടിപൊളി. അപ്പോൾ അതിന് സ്ട്രെച്ചിങ് ആട്ടോ ഈ കാണുന്നത്. കുറേ മണികൾ കാര്യങ്ങളതൊക്കെ ഉണ്ട്. ഇതിവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. മുട്ടിയിൽ കയറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. 2 സൈഡ് മുട്ടിയിൽ കയറ്റിയിട്ട് അവിടെ അടിയിലും ടയർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷെഡിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. எந்த ஊர் அண்ணா? கடவுர். கடவுர். உங்கள் பேர் என்னண்ணா? இது என்னண்ணா? இது தேன் தேர். தேர் அடிபொளி அடிபொளி. இது இப்படியே ஓட்டுறதா? மாசி மகத்தன்னைக்கு ஓடுங்க. இது மகம் பௌர்ணமி அன்னைக்கு தேர் ஓடும். இது எடுப்பாங்களா வெளியே? வெளியே எடுத்து அதெல்லாம் பிரிச்சுட்டு வெளியே எடுப்போம். 10 ரூபா திருவிழா. அப்படிங்களா? பிரித்து வெளியில் எடுப்பீங்களா? இது இப்படியே உள்ளே ஏற்றி வச்சுட்டாங்களா? ஆ ஆ ஆ அடிபொளி 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 பிரிச்செடுப்பாங்க. இந்த ஷெட்டு பிரிப்பாங்க இல்லைங்களா? அடிபொளி அடிபொளி அடிபொளி. அதான் இருக்கீங்களா? அப்போ இந்த சங்கலை வச்சு வலிப்பீங்களா? ஃபிலிம் எல்லாம் எடுத்திருக்கா? எடுத்திருக்கா. ஒரு 2-3 படம் தெரியுமா பேரு? அரவணக்கிளி, பெரிய மருது, இரணியன், பூம்பூ மாட்டுக்காரன், ஃபுல்லாக தமிழ் படம் தான் எடுத்திருக்கு. சரி 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 அண்ணா, பார்த்துருக்கு நன்றி. ராஜகரன் நடிச்சிருக்கா அப்படிங்களா? சரி சரி. சண்டைக்கோழி சண்டைக்கோழி இங்கே தான் பண்ணுது. சரி, ஜமீன் பரம்பரை. ജമീൻ പരമ്പര. അടിപൊളി 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 അടിപൊളി. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഈ ഷെഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവരെ വരെ ഇവിടെ കൊടിമര കയറുന്ന സമയത്ത് ഇത് മൊത്തം ഒഴിവാക്കിയിട്ട് ഇവരിത് പുറത്തെടുക്കുന്ന കേട്ടോ അണ്ണൻ പറഞ്ഞത്. അടിപൊളിയാണ്. 10 നാൾ ഉത്സവം, 11 നാൾ ഉത്സവം. അടിപൊളി അടിപൊളി. அப்படிங்களா? ശരി ശരി ശരി. നമ്മളോട് പറഞ്ഞതേ ഇത് മൊത്തം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നുള്ളതാണ് കേട്ടോ. അതായത് ഇവിടെ ഉത്സവം വരുമ്പോൾ 11 ദിവസത്തെ ഉത്സവം ഉണ്ട്. അതിൽ ഈ ഷെഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് പുറത്തേക്ക് എടുക്കും, പിന്നെ അങ്ങോട്ട് തന്നെ കയറ്റി വെക്കണം കേട്ടോ. അതാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ഉറപ്പിച്ചിട്ടില്ല, ഈ സെൻറ്ററത്തെ കമ്പി ഉറപ്പിച്ചിട്ടില്ല, സൈഡത്തെ കമ്പികൾ മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അടിപൊളി അടിപൊളി. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായി എന്നുള്ളതാണ് കേട്ടോ. കരുണഗിരി പെരുമാൾ. കരുണഗിരി പെരുമാൾ. ഊര് പേര്? കടവൂർ. കടവൂർ. ഓക്കെ ഓക്കെ ഓക്കെ. ടെമ്പിൾ പേര്? ടെമ്പിൾ പേര്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ട് ഈ ഒരു സംഭവം ആരോ ഇതിലേക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അടിപൊളി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ പഴയ കാലം ഒരു തറവാട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. അപ്പോൾ ആ കാണുന്ന അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണ്. അടിപൊളി അടിപൊളി. അങ്ങനെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വൈക്കോലുകൊണ്ട് ഉണ്ടാക്കിയൊരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി മനോഹരമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വീട് മാതിരി ഒരു സംഭവം കാണുന്നുണ്ട്. ഇതെന്താണെന്നുള്ളത് നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോയിട്ട് നിന്നിട്ട് കാണട്ടോ. വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി ഒരു ആൽമരമുണ്ട്, നല്ല വലിപ്പമുണ്ട്. അങ്ങനെ ഈ വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പഴമയെ ഉണർത്തുന്നവർ കൂടി അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ.
അടിപൊളി അടിപൊളി വൈബായി സെറ്റ് വീട്. അമ്പലത്തിനോട് അടുത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു മരമുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അടിപൊളി അടിപൊളി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കൊടിമരട്ടായി കാണുന്നത്. അടിപൊളി അടിപൊളി. അതിന് നേരെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഇതുപോലൊരു കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്ഷേത്രം പൂട്ടിയിട്ട് അതിൻ്റെ വർക്ക് എടുക്കുന്ന ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വലിയൊരു മതിൽ കെട്ടുകൾക്കുള്ളിലാണ് ക്ഷേത്രം എന്നുള്ളതാണ് കേട്ടോ. ഓ ഊർ പേര് കടവൂർ, ഡിസ്ട്രിക്ട് പേര് കരൂർ, കോവിൽ പേര് ഉന്നോട് പേര് സബരീസ്. ക്രിക്കറ്റാ മെയിനാ ക്രിക്കറ്റാ കളിക്കരുത്, വിളയാടുന്നത്. ഫുട്ബോൾ കളിക്കരുതില്ല, വിളയാടുന്നില്ല ഫുട്ബോള്. കേരള ഫുള്ള് ഫുട്ബോള്, തമിഴ്നാട് ഫുള്ള ക്രിക്കറ്റ്. പിന്നെ വേറെ എന്നാ വിളയാടുവേ? കബഡി. അടിപൊളി അടിപൊളി. വോളിബോൾ. ശരി ശരി. പയ്യാണ്. യാത്രയിലേ ഇതുപോലത്തെ ഒരുപാട് ബസ്സുകൾ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയ കാഴ്ചകളാണ് ഇതൊക്കെ. അടിപൊളി അടിപൊളി. ആ ഒരു പഴയ സ്ട്രെച്ചിങ് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് റോഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബസ്സുകൾ കേട്ടോ. ആ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പൊന്തിയിട്ട് അടിപൊളി അടിപൊളി. ഒമ്നിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെല്ലാം വിവാദങ്ങളുണ്ടാവും. അതായത് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോണ ഓരോ വണ്ടികളാണ് കേട്ടോ. പലതും പല ഡിസൈനാണ്, പല മോഡലാണെന്നുള്ളതാണ്. ഓരോ ഏരിയക്ക് ചെല്ലുമ്പോൾ ഓരോ ഡിസൈനും ഓരോ മോഡലുകളും. നമ്മളെ അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. ചുറ്റുപുറം മലകൾ, കാടുകൾ, കുന്നുകൾ, ഇങ്ങനെയുള്ള പ്രദേശത്ത് കൂടെ യാത്ര ചെയ്തു. കുറച്ചിന് വന്നപ്പോൾ ഇതുപോലൊരു കവാടം കണ്ടിട്ടാ. അടിപൊളി അടിപൊളി. അങ്ങനെ ഈ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അതായത് തൃശ്ശിനാപ്പള്ളി തിരിച്ചേക്ക് പോണ റോഡാണ്. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ. നമ്മളെ പഴയ കാല അത്താണികളില്ലേ, അത്താണി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അവിടെ. അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. അതായത് പഴയ കാലങ്ങളിൽ ഇത് കൂടെയൊക്കെ ഏറ്റി സാധനങ്ങൾ കൊണ്ട് നടന്നിന്നുള്ളതിന് ഉള്ളൊരു തെളിവാണ് കേട്ടോ ഈ അത്താണി. അടിപൊളി അടിപൊളി. എന്ത് ഊരെണ്ണ? ശരി. ഉங்கள் പേര്? സെന്തിൽകുമാർ. അപ്പോൾ മാലിക്ക് തൊട്ട് അവിടെ നിൽക്കണേ. നമ്മൾ പോകുമ്പോൾ യാത്രയിൽ കണ്ടതാണ്. ഇവിടെ ഊരിൽ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്, ഈ അമ്പലത്തിലൊക്കെ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിശേഷമുള്ളതുകൊണ്ട് ഇതുപോലത്തെ വാഴ അവൽ കൊണ്ടുപോകണം കേട്ടോ. ഇത് എന്നെ പഴമാണ്? റോബസ്റ്റാ? നേന്ത്രവാ? പൂളമ്പളം. പൂവമ്പളം. അടിപൊളി അടിപൊളി. കോഴി ഫ്രണ്ടിൽ കെട്ടിருக்கு. അടിപൊളി അടിപൊളി. 5 നാൾക്ക് വിശേഷം ഇരിക്കില്ല അണ്ണാ? எந்த மாதிரி விசேஷம் எல்லாம் இருக்குண்ணா? எல்லா விசேஷம் எல்லாம் அப்படிங்களா? அடிபொலி அடிபொலி. இந்த இடத்துக்கு பேர்? അടിപൊളി. കരൂർ മാവട്ടം. അങ്ങനെ നമ്മളെ തിരുച്ചിനാപ്പള്ളി, അതായത് തിരുച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് അടിപൊളി റോഡാണെന്നുള്ള കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഇരു സൈഡുകളിലും മരങ്ങളുണ്ട്. ഈ ഒരു സ്ട്രെച്ചിങ്ങിനെ നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയുണ്ട് എന്നുള്ളത്. 2 സൈഡിൽ നിന്നും മരങ്ങൾ വന്നിട്ടേ പുളിമരങ്ങളാണ് കേട്ടോ മൊത്തം. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ തിരുച്ചിക്കുള്ള യാത്രയിലാണ്. തിരുച്ചിനാപ്പള്ളി എന്ന തിരുച്ചിയിലേക്ക് കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. മഴ ഇങ്ങനെ പെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ കരിയില്ലേ, നമ്മളെ അൽഫാം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കരിൻ്റെ ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഇതുപോലെ ഒന്നിനും പറ്റാത്ത പൊടിയില്ലേ, ആ പൊടിയിൽ നിന്നൊക്കെ അതാ ഒരുപാട് പുക ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി മനോഹരമായ കാഴ്ചയാണ്. ഇതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇത് ചാക്കാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഒരുപാട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് നമ്മളെ നാട്ടിലേക്കൊക്കെ കരി വരുന്നത്. പറ്റുവാണെങ്കിൽ നമ്മൾ കരിയുടെ ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടോയെന്നുള്ള അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്നും പുക പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറെ കൂടുതൽ ഈ ഒരു കൂട്ടത്തിൽ നിന്നാണ് കേട്ടോ. മഴ പെയ്തപ്പോൾ സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്.
എന്തായാലും ഇതിനോടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. മുന്നേ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക. 55 അമ്മ ഏരിയ രജിസ്ട്രേഷന് തിരൂര്. ഇത് തിരൂരങ്ങാടി. ആ ശരി. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴേ നിർത്തിയതാ. നിങ്ങൾക്ക് എന്താ പരിപാടിയാണ്? സർവീസ് സ്റ്റേഷൻ. എവിടെ? എറണാകുളത്തോ? അടിപൊളി. നമ്മൾ 2 വർഷം ജേണിയാണ്. ഇന്ത്യ മൊത്തം ചുറ്റി പറക്കണ. അടിപൊളി. തുടങ്ങിയിട്ട് 8 ഒരു മാസം എവിടെ ഉണ്ടാവും? തമിഴ്നാട്ടിൽ 1 മാസം ഉണ്ടാവും. വേണ്ട ഞാൻ കണ്ടപ്പോൾ നിർത്തിയതാണേ. നിങ്ങളെന്താ വണ്ടിക്ക് എന്താ പറ്റി? ആ ഇവിടെ വീട്, നിങ്ങളെ വീട് ഇവിടെ 2.5 കിലോമീറ്റർ അല്ലേ? നമ്മളേ തമിഴ്നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു അറിവാണ് കേട്ടോ. ഇതുപോലെയുള്ള ഷെഡുകൾ ഉണ്ടാവില്ലേ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് അടിക്കുക. ആരോട് ചോദിക്കും പറയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ വേറെ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ സംഭവിക്കാനുള്ളത് നോക്കാം. അടിപൊളി. ഭാഗത്തേക്ക് ഇങ്ങനെ കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെന്തോ സ്കൂളാണെന്നാണ് തോന്നുന്നത്, ചെറിയ സ്കൂള്. എന്തോ അവിടെ ആരാ വണ്ടിയിലാരാ? ശരി. ടാറ്റെടുത്താ അങ്ങനെ നമ്മളെ നാട്ടിലത്തെ വണ്ടി കേട്ടോ. എറണാകുളത്തുള്ള ആളാണ്. മൂപ്പര് വന്നുകൊണ്ട് അന്വേഷിക്കണം എന്തെങ്കിലും ആവശ്യമാണോ കാര്യങ്ങൾ വേണമെന്നൊക്കെ. നാളെ ഇവിടെ ഉത്സവം ഉണ്ട് കാരണം, അപ്പോൾ ഉത്സവത്തിന് പോകണട്ടെ നമുക്ക് നാളെ. അപ്പോൾ തമിഴ്നാട്ടിലെ ഏകദേശം സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോണത്. അടിപൊളി.